വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി, എന്താണ് വസ്തുത എന്ന് വിശദമായി അന്വേഷണം നടക്കട്ടെ. അതിനെന്താ തടസ്സം? എന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. അപ്പോൾ ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേയും കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ലെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ. ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതി പോലീസ് പരിശോധിക്കട്ടെ, നിയമവ്യവസ്ഥ അത് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സമില്ലല്ലോ. മാധ്യമങ്ങളല്ല, കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2-3 മാസമായിട്ട് ആകെ പുകമറയായിരുന്നു. അങ്ങനെ വന്ന വിവാദമായി വന്നപ്പോഴാണല്ലോ കോൺഗ്രസ് പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചത്. ഇതേപോലെ മുൻ MLA ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പത്മകുമാർ. എന്തെങ്കിലും നടപടി CPM-ന്റെ ഭാഗത്ത് നിന്ന് എടുത്തുണ്ടോ? അവർക്കിത് പറയാൻ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയും. അതായത് കോൺഗ്രസ് ചർച്ചകളിൽ മാത്രം അല്ലെങ്കിൽ യോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി മറ്റെല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയുന്ന രീതിക്ക് ഒരു നടപടി മാത്രമായിരുന്നു ഇത്. ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് രാഹുലിനെതിരെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരത്തിലെ വിവാദങ്ങളും വിഷയങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്ന സമയത്താണ് കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത്. പിന്നെ ഏത് ഫോറത്തിൽ നിങ്ങൾ കണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഒരു ജനപ്രതിയായിട്ടിരിക്കുന്ന ആളാണ് അയാൾ. അദ്ദേഹം പല ആളുകളും കണ്ടിട്ടുണ്ടാവും, പലരെയും അഭിവാദ്യം ചെയ്തിട്ടുണ്ടാവും. പാർട്ടി ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയുന്നു. പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. രാഷ്ട്രീയം ഞാൻ പറഞ്ഞു, UDF നിങ്ങളിപ്പോ UDF-ന്റെ പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറി പ്രചരണം നടത്തുന്നത് സംഘടനാപരമായ പ്രവർത്തനമല്ലേ? പിന്നെ അയാള് BJP-യുടെ കൂടെ പ്രവർത്തിക്കണോ? സ്ഥാനാർത്ഥിയുടെ കൂടെ ഞാൻ ചോദിക്കട്ടെ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ കണ്ണാടിയിൽ വെച്ച് കണ്ണാടിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിന്റെ മുകൾ നിലയിലെ ഓഫീസിൽ വെച്ച് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒപ്പം ചേർന്ന് രാഹുൽ ആ യോഗത്തിൽ ഇത്രയും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് മാത്രം വരാൻ പറ്റുമോ? അവിടെ എല്ലാവരും വരും, പാലളക്കുന്നവർ വരും, ഇടപാട് വരും. അത് നിങ്ങൾ തീരുമാനിച്ച അങ്ങനെ ഞങ്ങളുടെ അറിവിലില്ല. നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊരു തയ്യാറാവുമല്ലോ. ഇപ്പോൾ ജനം TVയോട് ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയ 1000-കണക്കിന് വോട്ട് എവിടെ പോയി? രാഹുലിന് കിട്ടിയില്ലേ? BJP-ക്കാരല്ലേ വോട്ട് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം നഗരസഭയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഗാനാകൃഷ്ണ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ? എന്താ BJP-ക്കാർക്ക് ഇതിൽ എന്താ കാര്യം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടി നേരിട്ട സമാനതകളില്ലാത്ത അതിക്രമങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു. അതിനുശേഷവും രാഹുലിന് മാത്രം പ്രത്യേകമായ ഒരു പ്രിവിലേജ് ലഭിക്കുന്നു. എന്ത് പ്രിവിലേജ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിതൊക്കെ വ്യാഖ്യാനിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു നിഷ്പക്ഷമായ പത്രപ്രവർത്തനാണെങ്കിൽ ഒരു മുൻ MLA ജയിലിൽ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. നിങ്ങൾക്ക് ഒരു വ്യഗ്രതയും കാണുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ അത് ചർച്ച ചെയ്യും. ഇതാ പാലക്കാട് ആര് ചർച്ച? നിങ്ങളൊക്കെ അവരായിട്ടോ അതറിയാം. ഇപ്പോ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? തന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പാണ് പോറ്റിയെ ഞാൻ വിശ്വസിച്ചത് എന്ന് പത്മകുമാർ പറയുന്നു. എന്താ നിങ്ങൾ കൊടുക്കാത്തത്? തന്ത്രി, അവിടെ ഉണ്ടായിരുന്ന തന്ത്രി, മന്ത്രി, ചുമതല വെച്ച മന്ത്രി, കമ്മീഷണർമാർ, ഇവർ പറയുന്നു ഈ പോറ്റി ഇടനിലക്കാരനായി ഈ സ്വർണം കള്ളക്കടത്ത് നടത്തിയല്ലോ. അദ്ദേഹത്തെയുള്ള അഭിവൃദ്ധമായുള്ള ബന്ധം കൊണ്ടാണ് ഞാനും അദ്ദേഹമായിട്ട് ഇടപഴകിയെന്ന് ഒരു മുൻ MLA, CPM-ന്റെ MLA പറഞ്ഞു. ജയിലിലാ MLA ഇന്ന് വരെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കും, ഇന്ന് വരെ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ CPM സ്വീകരിച്ചിട്ടുണ്ടോ? രാഹുലിനെതിരായി പരാതി വന്നു, നടപടി സ്വീകരിക്കട്ടെ. പാർട്ടി പരാതി വരുന്നതിന് മുമ്പ്, ഈ പുകമറ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു.
അത് നിങ്ങൾ എന്താ ഇനി അനുവദിക്കാത്തത്? രാഹുൽ അതെന്താ നിങ്ങൾ സമ്മതിക്കാത്തത്? രാഹുലിന് തുടരുന്നത് ശരിയാണ്. അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ടത്. അല്ല, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ്. അംഗങ്ങളിൽ ഒരാളാണ്. ഒരു അഭിപ്രായം എന്താണ്? അത് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം ഞാൻ പാർട്ടി പറയും, പൊതു എന്നെ മധ്യത്തിൽ ഇതിൽ പറയുന്നത്. വേറൊരു കാര്യം, പണ്ട് ഈ രാഹുൽ എനിക്ക് വ്യക്തമായ രാഹുൽ അഭിപ്രായം. പാലക്കാട് മത്സരിക്കാൻ എത്തിയ സമയത്ത് ശക്തമായ നിലപാട് ഇങ്ങനെയൊരു ആളുകൾ മത്സരിക്കാൻ വരണമെന്ന് ഉൾപ്പെടെ പറഞ്ഞ വ്യക്തിയാണ് തിരിച്ചടിയാകുമെന്ന് കണക്കൂട്ടുന്നു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച ഇവിടെ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയമല്ല പ്രധാനം. ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കണമെന്നാ. ജീവിക്കാൻ മാർഗമില്ല. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും താവളമായി കേരളത്തെ മാറ്റി ക്രിമിനലുകൾ ഇറങ്ങി. ഇപ്പോൾ ഇന്നത്തെ വാർത്ത നിങ്ങളൊന്നും കാണുന്നില്ല. ഒരു CI, ഞാനൊന്ന് പറയട്ടെ, ഇപ്പം ഇടയ്ക്ക് വന്നിട്ട് ഒന്നും പറയല്ലേ, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതാണ് ഈ ഇടയ്ക്ക് കോലിട്ട് വെക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു CI പാലക്കാട് ജില്ലയിൽ നടക്കട്ടെ അല്ലേ? നേരത്തെ തന്നെ കോൺഗ്രസ് ശരിയായ നടപടി എടുത്തതാണ് രാഹുലിനെതിരെ എന്ന് പറയുകയാണ് VK ശ്രീകണ്ഠൻ MP.